വെള്ളപ്പാതിര. അച്ചോ ഗുഡ് മോർണിംഗ് അല്ലേ? എങ്ങോട്ടാ മുറിയൊക്കെ പൂട്ടി 3 പേരും? കമ്പനി സ്റ്റഡിക്ക്. എങ്ങോട്ടാ? എവിടെ നാലാമൻ? നമ്മൾ 3 പേരേ ഉള്ളൂ. എനിക്ക് ഇവന്മാരാച്ചോ സംശയം. ഇവന്റെയൊക്കെ റൂമിൽ കാണും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇവരുടെ റൂം പരിശോധിക്കാം. ഇവന്റെ റൂം ഇന്ന് രാവിലെ കൂടെ ഞാൻ ചെക്ക് ചെയ്തല്ലേ, അതിനകത്തൊന്നും കാണില്ല. അത് വിട്ടേ. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഫസ്റ്റ് ഇവിടുന്നാകാം. തുറന്നേ. കണ്ട കണ്ട ഞെട്ടിയത് കണ്ട. അപ്പിനകത്ത് കുപ്പിയുണ്ട്. എന്തോ പുറന്നു. നീ തുറക്ക്. അല്ലച്ചോ, ഇതിപ്പോ അങ്ങോട്ട് പൂട്ടിയല്ലേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. വേറെ 1-2 മുറിയൊക്കെ പൂട്ടിയിട്ട് ഇത് തുറന്നാ പോരെ? ഇപ്പൊ തുറന്നാലും അതെങ്ങനെ ശരിയാവും? ഇപ്പഴങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൊടുക്കണ്ടേ? സമയം എന്തിന്? ഒന്നുമില്ല ഫാദർ, ഞാൻ തുറക്കാം. അപ്പോ ഫാദറിന് ഇപ്പൊ എന്റെ മുറി ചെക്ക് ചെയ്യണം അല്ലേടാ റെമോ? അതേടാ കോശി. അതായത് നമ്മൾ ഇപ്പൊ പൂട്ടിയിറങ്ങിയ മുറി വാതിൽ ഇപ്പൊ തന്നെ തുറക്കണമെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. കഥ തുറക്കണ. പിന്നെ പെതുക്കെ പറഞ്ഞാ മതി. ഞാൻ പൊട്ടണൊന്നും അല്ല കേട്ടോ. അല്ല അതറിയാച്ചോ. തുറക്കണം. കേറുന്നില്ലല്ലോ. വേഗം തുറക്കടാ. 1 മണിക്കൂർ. അയ്യോ താക്കോല് താഴെ പോയല്ലോ. താക്കോല് താഴെ വീണിട്ടുണ്ടേ. അയ്യോ കൈ കൊടുക്കുമ്പില്ലേ? അയ്യോ 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 കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കും. ഇന്നലെ താക്കോലി തുറക്കടാ. അച്ഛ പതുക്കെ ശരിക്കും ഈ മദ്യത്തിന് എന്ത് കളറാളിയാ? പച്ചയാണെന്ന് തോന്നളിയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സൺഷൈഡിലും വെച്ച് വാറ്റുന്ന ടീമാ. വിശ്വസിക്കാൻ പറ്റൂല. കമ്പിയങ്ങളി ഒരുപാടെ ഇന്നത്തോടെ ഈ കമ്പിക്കളി ഈ ശാന്തന്റെ ഓരോ കാര്യങ്ങള്. ശാന്തപ്പാ, ഇവിടെ ഒന്നുമില്ല. ഫാദർ. റെമോ വാ. നിന്റെ റൂം തുറക്ക്. വാ തുറക്കാം. ഒരു കുഴപ്പമില്ല. ഇത് ഇന്ന് ഞാൻ തെളിയിക്കും മോനെ. എത്തിയാ ഇല്ലടാ ചത്തു. അടുത്തത് നിന്റെ റൂമാ. നീ അകത്ത് പോരാ. അവളെവിടെ? കേറിപ്പോര്. ഇവക്കിത് സ്ഥിരമാണല്ലേ. അതിനകത്തൊക്കെ കൈയിടുന്ന സൂക്ഷിച്ചു വേണം. അല്ല പാമ്പോ പഴുതാരൊക്കെ കാണും. അയ്യോ എന്താടാ, പാമ്പ് കടിച്ചോ? അല്ലച്ചോ, അന്ന് ബാനുവിന്റെ മുറിയിൽ യക്ഷിയെ കണ്ട ദിവസം ഉണ്ടായിരുന്ന അതേ മണം. ഈ മുറിയിലോ? ഈ മുറിയിലല്ലച്ചോ, കോച്ചിയുടെ മുറിയില്. ഇയാളെന്താ പട്ടിയാണോ ഇത്രയും ദൂരത്ത് മണം പിടിക്കാൻ? ഞാൻ അവിടെ വെച്ചാ മണം പിടിച്ചാടാ. നമുക്ക് ആ മുറി ഒന്നുകൂടി പരിശോധിക്കാച്ചോ. അവിടെ യക്ഷി ഉണ്ടച്ചോ. പിന്നെ ആദ്യം ബാനുവിന്റെ മുറിയിലായിരുന്നു യക്ഷി, ഇപ്പൊ കോശിയുടെ മുറിയിലായി. നാളെ പറയാം അച്ഛന്റെ മുറിയിലുണ്ട്. എന്നെ പൊന്നച്ചോ, ഇയാള് വെള്ളമാ. നീയാടാ വെള്ളം, ഇവന്മാരെല്ലാം വെള്ളാച്ചോ. എന്റെ പിള്ളേരെ പറ്റി ഞാൻ ആവശ്യം പറഞ്ഞുണ്ടല്ലോ. അച്ഛന്റെ പിള്ളേര് വിശുദ്ധമാരി സമ്മതിച്ചു. ഇപ്പൊ അതല്ല ഇവിടുത്തെ വിഷയം. അച്ഛൻ ആ മുറി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഉറപ്പായിട്ട് അവിടെ യക്ഷിയുണ്ട്. ഫാദർ ഉണ്ടെങ്കിൽ യക്ഷി അടുക്കൂല. പ്ലീസ് ഫാദർ, പ്ലീസ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. പ്ലീസ് ഫാദർ, പ്ലീസ് ഫാദർ. ആ ശരി ശരി, ആദ്യം ഇവിടെ കഴിയട്ടെ. അടുത്ത പണി വരുന്നുണ്ടാ. ഫാദർ വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്ര പെടുത്ത് മാറ്റാൻ എന്തുവാണ് കാര്യം? ആ സൺഷൈഡ് നിർത്തിയാ പോരെ? നിന്നെ സൺഷൈഡിലിട്ടാണുണ്ടാക്കി. എന്ത് പറഞ്ഞാൽ എന്റെ മുറി കൊണ്ടുപോകാൻ പറ്റില്ല. ഫാദർ എടുത്ത് അങ്ങോട്ട് പറ്റില്ല. ഇവന്റെ മുറി അടുത്താ. അവിടെ വരെ പോകുന്ന റിസ്ക്. പിന്നെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് മുറി അറിയാ. നീ വന്നേ. എന്തിനാ? വാ പറയാം. അവളെ ഇതിനകത്തേറ്റാ. ഇത് പൂട്ടിയേക്കാൾ താക്കൂടെ കുറിച്ച് ഈ എന്നെ മുകളിലോട്ട് അച്ഛോ ഇതൊക്കെ ഓറല്ലേ അച്ഛോ? ഇത് ലാസ്റ്റാ. ഇന്ന് യക്ഷിയെ കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ. ഇന്ന് കിട്ടുവച്ചോ, ഇന്ന് കിട്ടിയിരിക്കും. അല്ലേ നിനക്കിട്ട് കിട്ടും ഒരു യക്ഷി. ഇവളെങ്ങനെ ഇവിടെ നിർത്താനൊക്കെ ആ സാധനം ഇപ്പൊ വരും. അതിനു മുന്നേ ഇവിടെ നമ്മുടെ മുറി കയറ്റണം. അതിന് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ആദ്യം പോയി നോക്ക്. അത് ഞാൻ നോക്കാം.
നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യക്ഷി യക്ഷി എന്ന് പറഞ്ഞ് ഇവിടെ മിണ്ടിപ്പോരുന്നു. എവിടെ യക്ഷി? സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് മണം അടിച്ചാണെന്ന്. എന്നിട്ട് ഇപ്പൊ എവിടെ പോയടാ നിന്റെ മണം? അത് തന്നെയാണ് ഞാൻ ആലോചിക്കണത്. ഇപ്പൊ മണമില്ല. നീ എന്റെ അടുത്ത് കളിക്കരുത്, ഇറങ്ങി പോടാ. ശ്ശോ, ഈ അച്ഛൻ. ദാ. വലിച്ച് എന്തൊന്നാടാ ഇത്? ഇതുവരെ കഴിഞ്ഞില്ലേ നിങ്ങളുടെ റിഹേഴ്സല്? എടാ വിഗൂര് വെച്ചിട്ട് റൂമിൽ പോടാ. ചുമ്മാ വിഗും വെച്ച് മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണം. ബാക്കിയുള്ള വീട്ടിൽ പോയിട്ട് ഒരു മാസമായി. നിക്ക്. ഇവനെന്താ ഇവനെന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു മിനിറ്റ്. ഇവനെന്ത് കിട്ടി? മറഞ്ഞു നിക്കണം. നമ്മുടെ അച്ഛനും കപ്പേരുള്ള അടി കപ്പേരെ കൂട്ടുപണി. ഇനിയിപ്പോ ഞാൻ കേറും, അപ്പൊ കപ്പേര് പുറത്തിറക്കും, അപ്പൊ അച്ഛനും കപ്പേരും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്കേറിക്കാം. കഴിവറുത്ത മോനെ തന്തര പൊടിയായിരുന്നു ഒന്ന് വൃത്തിയാക്കാന്ന് വെച്ച് ഷട്ടി പരിപാടി കാണിക്കരുത്. കഷ്ടിച്ച് രക്ഷപ്പെടുന്ന പറഞ്ഞാൽ മതി. കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്താ? എന്തായിരുന്നു ഇവിടെ ഒരു ബഹളം? ഓ അതാമരാ പെണ്ണുവേഷം കെട്ടി വീണ്ടും ഇറങ്ങിയിരിക്കണത്. നീ വാ. എന്തോന്നടേ ഇത്? സിഗ്നലുകൾ ജാമാകുന്ന ശബ്ദ എല്ലാമാരും ഇവിടെ ഇപ്പൊ ബില്ലാടനെ വരെ കയറ്റി ഒളിപ്പിച്ചോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബില്ലട ചത്തു. ചത്തോ? നീ എന്തായാലും ചെടി അവിടെ നിന്ന് മാറ്റി വെച്ചത് നന്നായി. എപ്പോ ഞാൻ മാറ്റിന്നോ? അപ്പൊ നീ മാറ്റിയില്ലേ? എടാ മഹാഭാവി, അച്ഛൻ ചിക്കിങ്ങിന് വരുന്ന ഇവർ പറഞ്ഞു നീ അത് മാറ്റി കാണുന്നല്ല ഞാൻ വിചാരിച്ചേ. ഞാൻ സിഗ്നൽ കൊടുക്കാൻ താഴെ പോയ സമയത്ത് നീ മാറ്റുന്നല്ലേ ഞാൻ വിചാരിച്ചത്. പോടാവില്ലേ ഇങ്ങോട്ട് വാടാനാറി. ബുക്ക് വെക്കുന്ന ഷെൽഫിൽ ബുക്കൊന്നും ഇല്ലല്ലോടാ, പാത്രം വന്നല്ലോ. ഇവനൊക്കെ പഠിക്കാൻ വരുന്നോ അതോ തിന്നാൻ വരുന്നു? അയ്യോ അങ്ങോട്ട് വാ, മറിഞ്ഞേക്ക്. അടുത്ത് ഛോ, ഇതെന്താ ട്രെയിൻ അടിപ്പെട്ടതോ? ടിപ്പിക്കൽ മലയാളി പിള്ളേര് തന്നെ. വെറുതെ ഇങ്ങനെ ഇല്ല ഫാദർ, ഒന്നുമില്ല ഫാദർ. മാറടാ. ഇപ്പൊ പോയ സ്റ്റാൻഡിൽ ബസ് കിട്ടും. ചട്ടിയിരിക്കട്ടെ, സ്റ്റേഷനിലായാലോ. എങ്ങോട്ട് ഐ വാസ് റോങ് അബൌട്ട് യു. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ഛോ അത് അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? മുറിയിൽ ഒരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുകയാണ് നിങ്ങൾ. എന്നും കൃത്യമായി വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളെപ്പോലെ തന്നെ വിശപ്പും ദാഹവും ഒക്കെ ചെടികൾക്കുമുണ്ട്. കളിയാക്കുവാണോടി? ആട്ടെ, എന്ത് ചെടിയാ ഇത്? വാഴ. പോടാ. ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര, ജാവയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകം പായലാണോ ചോദിച്ചത്? എനിക്കും അത് തോന്നി. ശാന്തപ്പ, നീ ഇനി വന്നേ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ജൈവവളം എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അതങ്ങ് പിള്ളേർക്ക് കൊടുത്തേരെ. ഇതിനിട്ടാൽ ചടയെന്നങ്ങ് വളർന്നോളൂ. ഓക്കെ അച്ഛൻ. അപ്പൊ ശരി മക്കളെ, ശരി അച്ഛൻ. ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ഈ ചെടിയുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ഇതോ കഞ്ചാവ്. ഞാൻ പുറത്തുനിന്ന് പറയണ കേട്ട് വെറും പായൽ വളം ഞാനിപ്പൊ കൊണ്ടുവരാം. പിള്ളേരൊക്കെ നന്നായി പോയി. എന്താണ് ഇത്? എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഇതിനകത്ത് വിട്ടിട്ട് ദിവസം 2 കഴിഞ്ഞു. എന്ന് പറഞ്ഞ മനഃപൂർവ്വമല്ലോ, തുറക്കാൻ പറ്റാത്തോണ്ടല്ലേ? ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞേക്കണേ. പക്ഷെ അതെത്ര ഇത് ഞാനാ തുറക്ക്. എന്നാ പിന്നെ ഒരു മൈക്ക് സെറ്റ് എടുത്തരാണ്. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ. ഒരൊറ്റ കേറ്റു വെച്ചെന്നോണ്ടല്ലോ. എന്ത് പറ? ഞാൻ ഞാൻ പോവാ.
ഇത് മാറി നീ എന്തുവാടി കാണിക്കുന്നത്? നിനക്ക് പ്രാന്ത് പിടിക്കുന്നു. അതിഷ്ടലക്ഷ്മി കൈ വിടാൻ പോവരുത് ലച്ചു, ആ കൈ ഇങ്ങട് വാ. മോളെ ഇങ്ങോട്ട് വാ. അതിഷ്ടം. വിടാ. പോലെ, പോലെ, പോലെ. അതിഷ്ടം. ഞാൻ പിന്നെ എന്തുവാടാ ചെയ്യുന്നേ? കൈ വിടറോ. അയ്യോ അയ്യോ ചോര ചോര അയ്യോ ബ്രൂണോ വീണു. വിടറന്നെ. യാ! 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 അതെന്റെ ടീഷർട്ടാണ് പന്നി. അയ്യോ ചോര നിക്കുന്നില്ലല്ലോ. വെള്ളത്തിൽ മുക്കി പിടിച്ചാൽ ഓട വേണ്ട, എവിടെ നിന്നും പോയി ലക്ഷണം എടുത്തോണ്ട് വാ. ഹാർപ്പിക്ക് മതിയോ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? എന്തുവാ? ഞാൻ ഡോക്ടറെ വിളിക്കാൻ പോവാ. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ? എടേ ഞാൻ വളരെ സീരിയസ് ആയിട്ടാ പറയുന്നേ. ഒട്ടത്തരം പറഞ്ഞ മിണ്ടായിടാ. ഇവിടെ ഉള്ള ഓരോരുത്തരും എങ്ങനെയും പുറത്തിറക്കാൻ നോക്കുമ്പോ നീ വെളി നാളെ വിളിച്ചോണ്ടിരുന്നോ? ഒരു തുണി വെച്ച് കെട്ടിരുന്ന പ്രശ്നമുള്ളൂ. തലക്കുന്ന പ്രാന്തമുണ്ടോ? നിക്കണില്ല. നീ നിന്റെ സൂക്കേട് എനിക്ക് മനസ്സിലായി. നീ വാ, ചോര വരുന്നില്ല. ഞാൻ കണ്ടു. നമുക്ക് നിർത്താം. എന്റെ കൈ നോക്ക്. ദേ ബാനു, കഥ അട. അങ്ങോട്ട് വാടാ റാമ്പോ. ലച്ചു. കൈ അനക്കാതെ വെക്കണേ. ആ വേദനിച്ചോ? ഇല്ലല്ലോ, സാരില്ല കേട്ടോ. മതിയടാ മതി. നിന്റെ തുപ്പല് വീണ അവിടെ പഴുക്കും. സാരില്ല കേട്ടോ, ഞാൻ ഒരു തരാം. അടുക്കളയിലൊന്നും കയറാറില്ലല്ലേ? നല്ല സോഫ്റ്റ് കൈ. ലക്ഷ്മി, നല്ല സുഖം. തന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ താനും കൂടെ മനസ്സിലാക്കണേ. ഇതിക്കുള്ള എന്താവസ്ഥ? മതിയല്ലേ? എന്തായാലും ഇത്രയായില്ലേ? ഇന്നൊരു ദിവസം കൂടെ താൻ ഞങ്ങൾക്ക് തരണം. ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും ശരി, തന്നെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും, ഉറപ്പ്. തനി ഭക്ഷണം കഴിക്കും. അതെ, കഴിക്കില്ലച്ചു. നല്ല വടയും സാമ്പാറുണ്ട്. ഞാൻ വേണമെങ്കിൽ വാരി തരണ്ടല്ലേ? കുട്ടി കഴിച്ചോളൂ. എങ്ങനെ ഇറക്കാനാ പ്ലാൻ? ടെറസ് വഴി. ഇന്ന് തന്നെ ഇറക്കണം. പലർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സമയം പോകുന്നോണ്ട് റിസ്കാ. അതൊന്നുമല്ല എന്റെ പേടി. മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്ന ആളാ എന്റെ അപ്പ. കൂടെ കുറെ ഗുണ്ടകളും. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പ ഇതുവരെ ഇവിടെ വന്നില്ല. പക്ഷെ അതെപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പ ഇവിടെ വന്നാലുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ.